നമ്മുടെ പോത്തുകുട്ടന്മാർ കാലത്ത് തന്നെ ശക്തി പരീക്ഷണമാണ്. 3 ആളുണ്ട്. അത് കാലത്ത് തന്നെ ശക്തി പരീക്ഷണമാണ്. 8 മാസമായിട്ടുണ്ട്. അവർക്ക് പ്രായം. ഒളിച്ചിക്കുക. നമ്മുടെ പോത്തുകുട്ടന്മാർ കുളിക്കാൻ പോകുന്നിട്ടാ. വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നനയ്ക്കും, എന്നിട്ട് ഒരു തേച്ച് പിടിപ്പിക്കലുണ്ട് അവരിനെ. ഇത് കഴിഞ്ഞിട്ട് റോട്ടിലേക്ക് ഒരു തീറ്റാൻ പോക്കാ, ഗ്രൗണ്ടിലേക്ക്. പിന്നെ 5 മണിക്കേ വരുള്ളൂ. ഇരുമ്പമ്പുളിയാണ്. ഇരുമ്പമ്പുളിയുടെ മുകളിൽ കെട്ടുക, എന്നിട്ട് തേച്ച് കുളിപ്പിക്കില്ല. അങ്ങനെ നമ്മുടെ പോത്തുകുട്ടന്മാരുടെ തീറ്റ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി തിന്നാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 3 മാസം 2 മാസമായിട്ടുള്ളൂ ഞാൻ മേടിച്ചിട്ട്. ഇത് 3 ആഴ്ച ആയിട്ടുള്ളത് മേടിച്ചിട്ട്. പെരുമ്പ്ലാവ് ചന്തയിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 15,500 ഒരെണ്ണത്തിന് വന്നിട്ടുണ്ട്. രണ്ടും കൂടി 30. ഇത് 15,500. അവനെ മേടിച്ചിട്ട് 2 മാസമായിട്ടുണ്ട്. ഇവനെ മേടിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും പോത്തിനെ വളർത്തുക. ഞാനൊന്ന് വളർത്തി നോക്കണുള്ളൂ. ലാഭമുണ്ടോയെന്ന് ഞാൻ പിന്നെ പറയാം. നഷ്ടമാണോ ലാഭമാണോ എന്ന് പണിയെടുക്കണ കാരണം കൊണ്ട് നഷ്ടം വരില്ല. കഞ്ഞിവെള്ളമൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുകയാണ്. അത് കാരണം കൊണ്ട് കയ്യിൽ നിന്ന് ഇറക്കി തീറ്റൊന്നും അധികം കൊടുക്കണില്ല. ലേശം കൊപ്ര പിണ്ണാക്കും ലേശം ചോളത്തവിടും കൊടുക്കും. രണ്ടും കൂടി 20 റുപ്യ ഒതുങ്ങും. അപ്പം അങ്ങനെയാണ്. മെയിൻ റോഡ് എത്തി. അവർക്ക് അറിയണ കാരണം കൊണ്ട് നേരെ പോകുന്നുണ്ട്. കാറൊക്കെ വരുന്നുണ്ട്. ചൂണ്ടാസ്പൂര് മുന്നിൽ കൂടിയാണ് പോക്ക്. ഒരു അപകടമില്ലാണ്ട് പോകുന്നുണ്ട്. വഴി അറിയണ കാരണം കൊണ്ട്. നമ്മുടെ വഴി തെറ്റിയൊക്കെ പോയി കുഞ്ഞാട് തന്നെയാ. ഗൂഗിളിൽ ഞാൻ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ജോയേ ഇങ്ങോട്ട് നോക്ക്. ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവന് തേച്ച് മിനുക്കിയെടുക്കാനാ. നീ ഇത് കണ്ടോക്ക്. കണ്ടോ, അവരവർക്ക് വഴി തെറ്റിയിട്ടില്ല. അവർ നേരെ തന്നെ പോക്ക്. ഇവനെ വഴി പഠിക്കണുള്ളൂ. നമ്മുടെ ഐശ്വര്യയുടെ പിന്നിൽ കൂടെയാണ് കൊണ്ടുപോയ തീറ്റയാണ്. പിന്നെ ഗ്രൗണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് ജെയിംസ് വാഷിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയും. ഗ്രൗണ്ട് ഇപ്പോൾ വർക്കിംഗ് അല്ല. കേസും കൂട്ടൊക്കെ ആയിട്ട് കിടക്കുകയാണ്. നിറച്ച് തിന്നാനാല്. കയറ്. ഒരാളെ നിയന്ത്രിച്ചാൽ മതി. അപ്പോൾ 2 ആൾ പിന്നാലെ വരും. അതാണ്ട ഒരാളെ നിയന്ത്രിക്കണ്ടോ. ഇവൻ കുറച്ച് മൂക്ക് കുത്താത്ത കാരണം കൊണ്ടേ ലേശം അടച്ചില്ല. ഇവിടെ പട്ടിക്കുട്ടി ചത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ്. അല്ല, ഒരാളെ കയറ്റേണ്ട ആവശ്യമുള്ളൂ. ഒരാൾ നോക്കിയാൽ മതി. അപ്പോൾ ഒരാൾ പോരും. ഒരു പോത്തിനെ കെട്ടിയിടും, ഒരു പോത്തുകുട്ടീനെ കെട്ടിയിടും. ഇവനാണ് പുതിയത്. 2 ആഴ്ച മുന്നേ 15,500 മേടിച്ചതാണ്. ഇതിനും അതിനും 30,000 റുപ്യ പെരുമ്പ്ലാവ് ചന്തയിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 1000 റുപ്യ വണ്ടി.
അങ്ങനെ 2 മാസം കഴിഞ്ഞു. ഇവർ രണ്ടാളും 2 മാസം കഴിഞ്ഞു കയ്യിൽ കിട്ടിയിട്ട്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. നല്ല ചടച്ചിട്ടൊക്കെയാണ്. ഇച്ചിരി നടക്കാൻ ബുദ്ധിമുട്ട് പോലെ ഉണ്ട്. പക്ഷെ കാലിനും കയ്യിനൊന്നും കുഴപ്പമില്ല. അതാ കയറി വണ്ടി പെരുമ്പലാവ് ചന്തയിൽ നിന്ന് കൊടുന്ന ക്ഷീണമായിരുന്നു. ക്ഷീണമൊക്കെ മാറി തുടങ്ങിയവൻ. അടുത്ത വിശേഷം അടുത്ത ലക്കത്തിൽ. അപ്പം നമ്മുടെ പോത്തുകൂട്ടന്മാരൊക്കെ കണ്ടില്ലേ. ജോലി കഴിഞ്ഞ ഇടവേളയിൽ ഞാൻ അനിയനും കൂടിയിട്ടാണ് നോക്കണേ. ഇനി ഞായർ തിങ്കൾ എൻ്റെ ജോലിയാണ്. ബുധനും വ്യാഴം അനിയൻ്റെ ജോലിയാണ്. 2 ദിവസം ഞങ്ങൾ മാറിയിട്ടാണ് അനിയനും ചേട്ടനും. അപ്പോൾ ഓക്കെ, ഒരാളെ കെട്ടും, പിന്നെ 5 മണിക്കേ വരുള്ളൂ. ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പോത്തുകൂട്ടന്മാരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അപ്പോൾ ഓക്കെ, ഇച്ചിരി വിദ്യാഭ്യാസം കുറവാണ്, കുഴപ്പമില്ല, ഇനി അധികം ഒന്നുമില്ല എങ്കിലും. അപ്പോൾ ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ കിട്ടിയതിന് ശേഷം ഞാൻ കുറേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ആയി